സംഭ്രമത്തോടെ വിറച്ച് വിറച്ച് അബ്ദുറഹ്മാൻ മൊഴിഞ്ഞു തുടങ്ങി. താൻ മഹാപാപിയാണ്. അത് ഏറ്റുപറയാനുള്ള മനക്കരുത്ത് എനിക്കില്ല. തന്നെയുമല്ല, ഞാൻ അത് തുറന്നു പറഞ്ഞാൽ എൻ്റെ സഹോദരൻ എന്നെ ഈ സദസ്സിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പിച്ചു ചീന്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹോദരൻ്റെ വാക്കുകൾ കേട്ട് അബ്ദുള്ള രാജാവിൻ്റെ ധമനികളിലൂടെ രക്തം ഇരച്ചു കയറി. കോപത്താൽ അദ്ദേഹത്തിൻ്റെ പരിസരബോധം പോലും നഷ്ടമായി. പലരും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, എല്ലാത്തിനും പ്രഭു പരിഹാരം കാണിച്ചു തരും. യമനിലെ രാജാവ് എഴുന്നേറ്റ് അബ്ദുറഹ്മാനോടായി പറഞ്ഞു, ഇവിടെ എൻ്റെ അധികാര പരിധിക്കുള്ളിലാണ്. ഇവിടെ വെച്ച് നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് യഥാർത്ഥ സംഭവങ്ങൾ തുറന്നു പറഞ്ഞ് മാപ്പിന് അപേക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. രാജാവിൻ്റെ കൽപ്പന കേട്ട് അവർ ഓരോരുത്തരായി തങ്ങളുടെ അപരാധങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. ആദ്യം പറയാൻ തുടങ്ങിയത് അബ്ദുറഹ്മാനാണ്. സുഖസുഷുപ്തിയിൽ അർഷൂസ് തർഷൂസ് രാജ്യങ്ങൾ കഴിഞ്ഞിരുന്ന കാലത്ത് സഹോദരൻ അബ്ദുള്ള രാജ്യവും ഭാര്യയെയും തന്നെ ഏൽപ്പിച്ചാണ് ഹജ്ജിന് പോയത്. സഹോദരൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് കല്ലെറിഞ്ഞു കൊന്നത് എല്ലാം അയാൾ തുറന്നു പറഞ്ഞു. സദസ്യർ ആശ്ചര്യത്തോടു കൂടി അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അബ്ദുള്ള രാജാവിൻ്റെ ഹൃദയത്തിൽ വിവിധ വിചാരങ്ങൾ അലയടിച്ചിരമ്പി. സഹോദരനെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്താനുള്ള ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു. എന്തു ചെയ്യാം, ഇതെൻ്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമല്ലല്ലോ എന്ന് കരുതി അദ്ദേഹം ഒരു വിധത്തിൽ കോപമടക്കി. ബാക്കി കഥകൾ കേൾക്കാൻ ആകാംക്ഷാഭരിതരായി കാതു കൂർപ്പിച്ചു നിന്നു. സംഭ്രമജനകമായ ഒരു തുടർക്കഥയുടെ അടുത്ത അധ്യായം എന്നോണം ബാക്കി സംഭവങ്ങൾ വിവരിച്ചത് ബീവിയെ ഹദ്ദുകുഴിയിൽ നിന്നും രക്ഷിച്ച പ്രഭുവാണ്. പ്രഭു ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ തുടങ്ങി. പ്രഭുവിൻ്റെ സംഭാഷണത്തിൽ നിന്നും ആസുറ ബി മരിച്ചിട്ടില്ലെന്ന് വ്യക്തമായി. അബ്ദുള്ള രാജാവിൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ 1000 വെള്ളിനിലാവുദിച്ചു. എവിടെയായിരിക്കും തൻ്റെ ബീവി? തുടർന്നുള്ള സംഭവങ്ങൾ കേൾക്കാൻ അയാൾ തിരക്കുകൂട്ടി. തൻ്റെ പുത്രനായ പിഞ്ചു പൈതലിൻ്റെ കൊലപാതകത്തിൽ സംശയിച്ച് ഭാര്യ ഇറക്കിവിട്ടതുവരെയുള്ള കഥയാണ് പ്രഭു പറഞ്ഞത്. തുടർന്ന് താൻ ബീവിയെ മാംസദാഹത്തിനിരയാക്കാനൊരുങ്ങിയതും വഴങ്ങാതെ വന്നപ്പോൾ കുഞ്ഞിനെ കൊല ചെയ്ത് ബീവിയിൽ ആരോപിച്ചതും പ്രഭുവിൻ്റെ വീട്ടിലെ വേലക്കാരൻ പറഞ്ഞു. ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതകളാണ് പലരും പറയുന്നത്. പലരുടെയും കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇറ്റി വീഴുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ബീവി ആസുറ എന്ന മഹിളാനന്ദം അനുഭവിക്കേണ്ടി വന്നതെന്നോർത്ത് കേട്ടവരെല്ലാം അത്ഭുതസ്തബ്ധരായി.